ഹരി ഓം. എല്ലാവർക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ 46 ദശകത്തിലെ ആദ്യ 5 ശ്ലോകങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ ചൊല്ലിയത്. അപ്പോൾ നമുക്ക് ഇന്ന് അതിലെ ബാക്കി 5 ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനവും നോക്കാം. അപ്പോൾ 46ാമത്തെ ദശകം എന്ന് പറയുന്നത് ഉണ്ണിക്കണ്ണൻ്റെ വായിൽ യശോദാമ്മ ഈ 14 ലോകങ്ങളും കണ്ട കഥയാണ് 46ാമത്തെ ദശകത്തിൽ വിവരിക്കുന്നത്. അതിലാകെ 10 ശ്ലോകങ്ങളാണുള്ളത്. എല്ലാ ശ്ലോകങ്ങളും വിയോഗിനി എന്ന വൃത്തത്തിലുമാണുള്ളത്. അപ്പോൾ ചൊല്ലി തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം അയി ദേവ പുരാ കില ത്വയി സ്വയമുത്ഥാനശയേ സ്തനന്ദയേ പരിജൃംഭണതോ വ്യപാവൃതേ വദനേ വിശ്വമചഷ്ടവല്ലവീ പുനരപ്യത ബാലകൈ സമം ത്വയി ലീലാനിരതേ ജഗത്പതേ ബലസഞ്ജയ വഞ്ചനകൃത തവ മൃദ്ഭോജനമൂചുരർഭകാ അയി തേ പ്രളയാവതൗ വിഭോ ക്ഷിതിതോ യാതി സമസ്തഭക്ഷിണ മൃദുപാശനതോ രുജാ ഭവേദിതി ഭീതാ ജനനീ ചുകോപസാ അയി ദുർവിനയാത്മകത്വയാ കിമു മൃത്സാ ബദവത്സ ഭക്ഷിതാ ഇതി മാതൃഗിരം ചിരം വിഭോ വിദതാം താം പ്രതിജഗ്നിഷേ ഹസൻ അയി തേ സകലൈർവിനിശ്ചിതേ വിമതിശ്ചേദ്വദനം വിതാര്യതാം ഇതി മാതൃവിഭർസിതോ മുഖം വികസത്പത്മനിഭം വ്യധാരയ. ഇനി 6ാമത്തെ ശ്ലോകം ചൊല്ലാം. അഭിമൃല്ലവദർശനോത്സുകാം ജനനീം താം ബഹുതർപ്പയന്നിവ പൃഥിവീം നിഖിലാം ന കേവലം ഭുവനാന്യപ്യഖിലാന്യദീദൃശ. ഒന്നുകൂടി ചൊല്ലാം. അഭിമൃല്ലവദർശനോത്സുകാം ജനനീം താം ബഹുതർപ്പയന്നിവ പൃഥിവീം നിഖിലാം ന കേവലം ഭുവനാന്യപ്യഖിലാന്യദീദൃശ. 6ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെ ചൊല്ലിയ 5 ശ്ലോകങ്ങളുടെയും വ്യാഖ്യാനം ഒന്ന് ചുരുക്കി നോക്കാം. അപ്പോൾ ഈ ദശകത്തിൽ ഭട്ടതിരിപ്പാട് യശോദാമ്മ ഉണ്ണിക്കണ്ണൻ്റെ വായിൽ ഈ 14 ലോകങ്ങളും കണ്ട കഥയാണ് വിവരിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ. അപ്പോൾ ആദ്യ ശ്ലോകത്തിൽ പറയുന്നത് അമ്മിഞ്ഞ കുടിക്കുന്ന പ്രായമാണ് കണ്ണന് ആ സമയത്ത്. അപ്പോൾ അമ്മിഞ്ഞ കുടിച്ചിങ്ങനെ മലർന്നു കിടക്കുന്ന സമയത്ത് ഒരു ചെറിയ കോട്ടുവായി ഇട്ടു ഭഗവാൻ. കോട്ടുവായി ഇട്ട് വായി പിളർന്ന സമയത്ത് യശോദാമ്മ കണ്ണൻ്റെ വായിൽ ഈ 14 ലോകങ്ങളും കണ്ടു അത്രേ. അതാണ് ആദ്യം കണ്ടതെന്നാണ് പറയുന്നത്. പിന്നെ അതിനുശേഷം അല്പം ഇപ്പോൾ കണ്ണൻ വലുതായി കുട്ടികളുടെ കൂടെയൊക്കെ കളിക്കുന്ന പ്രായമാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ മരത്തിൻ്റെ മേലെ കയറിയിട്ട് പഴങ്ങൾ ഇങ്ങനെ പറിച്ച് താഴേക്കിടും. എന്നിട്ട് എല്ലാവരും കൂടെ താഴെ ഇറങ്ങി ഒരുമിച്ചിരുന്ന് കഴിക്കാം എന്നുള്ളതാണ് വ്യവസ്ഥ. പക്ഷേ ഭഗവാൻ എന്ത് ചെയ്തു? കള്ളക്കണ്ണനാണല്ലോ. ഈ താഴെ വീണ പഴങ്ങളൊക്കെ കൂട്ടുകാർക്ക് കൊടുക്കാതെ തന്നെ കഴിച്ചപ്പോൾ കൂട്ടുകാർക്ക് അത് പരിഭവമായി. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ ചെന്ന് യശോദാമ്മയോട് പറഞ്ഞു കൊടുത്തു, അമ്മേ ദാ കണ്ണൻ മണ്ണ് തിന്നുന്നു എന്ന് പറഞ്ഞു കൊടുത്തു. യശോദാമ്മയ്ക്ക് ആകെ ആശങ്കയായി. എന്താണ് കണ്ണൻ മണ്ണ് വാരി തിന്നാൽ വല്ല അസുഖവും വരുമല്ലോ എൻ്റെ കുട്ടിക്ക് എന്ന് സ്വാഭാവികമായിട്ട് എല്ലാ അമ്മമാരും ചിന്തിക്കുന്നത് പോലെ തന്നെ യശോദാമ്മയും ചിന്തിച്ചു. അപ്പോൾ ഇവിടെ ഭട്ടതിരിപ്പാട് പറയുകയാണ്, ഈ പ്രളയ സമയത്ത്, അതായത് ഒരു യുഗം അവസാനിക്കുന്ന പ്രളയകാലത്ത് ഈ പ്രപഞ്ചത്തെ മുഴുവനും ഭക്ഷിക്കുന്ന ഭഗവാനാണോ ഒരല്പം മണ്ണ് തിന്നത് കൊണ്ട് രോഗം വരുന്നത്? അങ്ങനെയുള്ള യശോദാമ്മയുടെ ആ ആശങ്ക തന്നെ വളരെ നിസ്സാരമാണെന്നുള്ള രീതിയിലാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അപ്പോൾ അങ്ങനെ
യശോദാമ്മ ആകെ ആശങ്കയോടുകൂടി കണ്ണനെ അടുത്ത് വിളിച്ചു. എന്നിട്ട് നീ മണ്ണ് തിന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അല്പനേരം യശോദാമ്മയുടെ മുഖത്ത് ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കി ഒന്നും മിണ്ടാതെ നിന്നിട്ട് ചിരിച്ചുകൊണ്ട് ഉറപ്പിച്ച് പറഞ്ഞു, ഇല്ല അമ്മേ, ഞാൻ മണ്ണ് തിന്നിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ യശോദാമ്മയ്ക്കാണെങ്കിലോ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയാണ് കണ്ണൻ മണ്ണ് തിന്നിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ യശോദാമ്മയ്ക്ക് ആ വാക്കുകളെ തള്ളിക്കളയാനും സാധിക്കുന്നില്ല. അപ്പോൾ യശോദാമ്മ പറഞ്ഞു, ഇതിൻ്റെ സത്യാവസ്ഥ ഒന്ന് അറിയണമല്ലോ, നീ എങ്ങനെ മണ്ണ് കഴിച്ചിട്ടില്ല എന്നാണെങ്കിൽ വായ ഒന്ന് തുറന്ന് കാണിക്കൂ എന്ന് പറഞ്ഞിട്ട് കണ്ണനോട് വായ തുറന്ന് കാണിക്കാൻ പറയുകയാണ്. യശോദാമ്മ ഇങ്ങനെ അനുസരണ ഇല്ലാത്ത കുട്ടി, കുസൃതി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയണത്, ഒന്ന് വായ തുറന്ന് കാണിക്കൂന്ന്. അപ്പം അങ്ങനെ അമ്മ പറഞ്ഞത് കേട്ടപ്പോൾ കണ്ണൻ എന്ത് ചെയ്തു, ആ വായ മെല്ലെ തുറന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ അതിനെ ഭട്ടതിരിപ്പാട് പറയുന്നത് ഒരു താമരപ്പൂവ് വിരിയുന്നത് പോലെ അത്രയും മനോഹരമായിട്ടാണ് കണ്ണൻ വായ തുറന്നത്. ആ വായ പിളർക്കുന്നത് ഇങ്ങനെ താമരപ്പൂ വിരിഞ്ഞു വരുന്നതിനോടാണ് ഭട്ടതിരിപ്പാട് ഉപമിക്കുന്നത്. അപ്പോൾ അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് 6ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം. 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, അല്പമെങ്കിലും മണ്ണ് വായിൽ കാണും എന്ന് കരുതി പ്രതീക്ഷിച്ചിട്ടാണ് യശോദാമ്മ കണ്ണനോട് വായ തുറക്കാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ കൊതിച്ചു നിൽക്കുന്ന വാത്സല്യത്തോട് കൂടിയിട്ടാണ് യശോദാമ്മ നിൽക്കുന്നത് അല്ലേ. കണ്ണനോട് അതിയായിട്ടുള്ള വാത്സല്യമാണ്. മണ്ണ് തിന്നാൽ എന്തെങ്കിലും അസുഖം വരുമോ എന്നുള്ള പേടിയുണ്ട്. ഇനി ഒരിക്കലും കണ്ണൻ മണ്ണ് തിന്നാൻ പാടില്ല എന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ തിന്നിട്ടുണ്ടെങ്കിൽ ശിക്ഷ കൊടുക്കണം എന്നുള്ള രീതിയിൽ യശോദാമ്മ കണ്ണനോട് ചോദിക്കുന്നത് വായ തുറക്കാൻ. അപ്പോൾ അങ്ങനെ വാത്സല്യത്തോട് കൂടി നിൽക്കുന്ന യശോദാമ്മയ്ക്ക് കണ്ണൻ തൻ്റെ വായ തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ വായിൽ യശോദാമ്മ ഭൂമി മാത്രമല്ല കണ്ടത്, ഈ 14 ലോകങ്ങളും കണ്ടു എന്നാണ് പറയണത്. ഈ ലോകം, പ്രപഞ്ചം മുഴുവനും ആ ഉണ്ണിക്കണ്ണൻ്റെ വായിൽ യശോദാമ്മ കണ്ടു എന്നുള്ളതാണ് 6ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 6ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. വായിൽ അല്പമെങ്കിലും മണ്ണുണ്ടാവുമോ എന്ന് പ്രതീക്ഷിച്ച് ആശങ്കയോടുകൂടി വായയ്ക്കകത്തേക്ക് നോക്കിയ യശോദാമ്മയ്ക്ക് ഉണ്ണിക്കണ്ണൻ തൻ്റെ വായ തുറന്ന് ഈ 14 ലോകങ്ങളും കാണിച്ചു കൊടുത്തു. ഭൂമി മാത്രമല്ല, ഈ 14 ലോകങ്ങളും യശോദാമ്മ ഉണ്ണിക്കണ്ണൻ്റെ വായിൽ കണ്ടു എന്നുള്ളതാണ് 6ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകം ചൊല്ലാം. കുഹചിദ്വനമംബുധി ക്വചിത് ക്വചിദബ്രം കുഹചിദ്രസാതലം മനുജാദനുജാ ക്വചിത് സുര ദദൃശേ കിം ന തദാദ്വദാനനേ. ഒന്നുകൂടി ചൊല്ലാം. കുഹചിദ്വനമംബുധി ക്വചിത് ക്വചിദബ്രം കുഹചിദ്രസാതലം മനുജാദനുജാ ക്വചിത് സുര ദദൃശേ കിം ന തദാദ്വദാനനേ. 7ാമത്തെ ശ്ലോകത്തിൽ യശോദാമ്മ കണ്ണൻ്റെ വായിൽ എന്തൊക്കെയാണ് കണ്ടത് എന്നാണ് ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത്. അപ്പോൾ ഭട്ടതിരിപ്പാട് പറയാണ്, യശോദാമ്മ കണ്ണൻ്റെ വായിൽ ഒരിടത്ത് കാട് കണ്ടു, ഒരിടത്ത് കാട് കാണപ്പെട്ടു, മറ്റൊരിടത്ത് സമുദ്രം കാണപ്പെട്ടു, ഒരിടത്ത് ആകാശം കാണപ്പെട്ടു, മറ്റൊരിടത്ത് പാതാളം കാണപ്പെട്ടു, വേറൊരു സ്ഥലത്ത് മനുഷ്യരും അസുരന്മാരും ദേവന്മാരും അങ്ങനെ എല്ലാം കാണപ്പെട്ടു. അപ്പോൾ ഭട്ടതിരിപ്പാട് പറയാണ്, അങ്ങനെ കണ്ണൻ്റെ വായിൽ എന്ത് തന്നെ കണ്ടില്ല. യശോദാമ്മ കണ്ണൻ്റെ വായിൽ ഒന്നും കാണാതിരുന്നില്ല, ഈ പ്രപഞ്ചം മുഴുവനും കാണാണ്. അപ്പോൾ യശോദാമ്മ കണ്ണൻ്റെ വായിൽ എന്ത് തന്നെ കണ്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ 7ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. യശോദാമ്മ കണ്ണൻ്റെ വായിൽ എന്തൊക്കെയാണ് കണ്ടതെന്ന് വിവരിക്കുകയാണ് ഇവിടെ. അപ്പോൾ അതിൽ പറയുന്നു, ഒരിടത്ത് കാട് കണ്ടു, ഒരിടത്ത് സമുദ്രം കണ്ടു, ഒരിടത്ത് ആകാശം കണ്ടു, ഒരിടത്ത് പാതാളം കണ്ടു, മറ്റൊരു സ്ഥലത്ത് മനുഷ്യനും ദേവന്മാരും അസുരന്മാരും അങ്ങനെ എല്ലാം കാണപ്പെട്ടു. അങ്ങനെ യശോദാമ്മ കണ്ണൻ്റെ വായിൽ എന്ത് തന്നെ കണ്ടില്ല എന്ന് പറയുകയാണ്. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകം ചൊല്ലാം. കലശാംബുദിശായിനം പുനാ പരവൈകുണ്ഠപദാദിവാസിനം സ്വപുരുശ്ച നിജാർഭകാത്മകം കഥിതാ ത്വാം ന ദദർശ സാമുഖേ. ഒന്നുകൂടി ചൊല്ലാം. കലശാംബുദിശായിനം പുനാ പരവൈകുണ്ഠപദാദിവാസിനം സ്വപുരുശ്ച നിജാർഭകാത്മകം കഥിതാ ത്വാം ന ദദർശ സാമുഖേ. 8ാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്നത്, യശോദാമ്മ അങ്ങയുടെ വായിൽ എന്ന് പറയുന്നുണ്ട്, അതായത് ഭഗവാന്റെ വായിൽ
ഭഗവാനെ തന്നെ പലതരത്തിൽ കണ്ടു. അങ്ങയുടെ വായിൽ അങ്ങയെ തന്നെ പല രൂപത്തിൽ കണ്ടു എന്നാണ് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് കണ്ടത്? പാലാഴിയിൽ പള്ളി കൊള്ളുന്നവനായും വളരെ ഉത്കൃഷ്ടമായ വൈകുണ്ഠത്തിൽ വസിക്കുന്നവനായും തൻ്റെ മകനായും ഒക്കെ യശോദാമ്മ കണ്ടു. അങ്ങനെ ഏതൊക്കെ തരത്തിൽ ഭഗവാനെ കണ്ടില്ല എന്നാണ് ഭട്ടതിരിപ്പാട് 8ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് എന്താ വെച്ചാൽ, യശോദാമ്മ കണ്ണൻ്റെ വായിൽ ഇങ്ങനെ 14 ലോകങ്ങളും കാണുകയാണ്. അപ്പോൾ അതിൽ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിനെ കാണുകയാണ്. വിഷ്ണു ഇങ്ങനെ പാലാഴിയിലെ അനന്തൻ്റെ മേലെ ശയിക്കുന്നത്, പാലാഴിയിൽ പള്ളി കൊള്ളുന്നവനായിട്ട് കാണുകയാണ്. ഉത്കൃഷ്ടമായിട്ടുള്ള ഏറ്റവും ഉത്കൃഷ്ട സ്ഥാനമായിട്ടുള്ള വൈകുണ്ഠത്തിൽ വസിക്കുന്നവനായി കാണുകയാണ്. അതേസമയം തന്നെ തൻ്റെ മകനായും ഇങ്ങനെ കളിച്ച് ചിരിച്ച് നടക്കുന്നതുമൊക്കെ കാണുകയാണ്. അപ്പോൾ യശോദാമ്മ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണെന്നൊന്ന് ചിന്തിച്ച് നോക്കൂ. അങ്ങനെ കണ്ണനെ ഏതൊക്കെ തരത്തിൽ കണ്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഭഗവാനെ ഏതൊക്കെ തരത്തിൽ യശോദാമ്മ കണ്ടില്ല എന്നുള്ളതാണ് ഭട്ടതിരിപ്പാട് 8ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 8ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. യശോദാമ്മ ഉണ്ണിക്കണ്ണൻ്റെ വായിൽ ഭഗവാനെ തന്നെ പല രീതിയിൽ കാണുകയാണ്. തൻ്റെ മകനായി വന്ന് ജനിച്ചിരിക്കുന്ന കൃഷ്ണനായും വൈകുണ്ഠത്തിൽ വസിക്കുന്നവനായും പാലാഴിയിൽ പള്ളി കൊള്ളുന്നവനായും ഒക്കെ അങ്ങനെയൊക്കെ പല രൂപത്തിൽ ഭഗവാനെ കണ്ടു എന്നാണ് പറയുന്നത്. ആ ഒരു കാഴ്ച യശോദാമ്മയ്ക്ക് എന്തൊരു അമ്പരപ്പാണ് ഉണ്ടാക്കിയിരിക്കുക എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമുക്കിനി 9ാമത്തെ ശ്ലോകം ചൊല്ലാം. വികസത് ഭുവനേ മുഖോധരേ നനുഭൂയോപി തഥാ വിധാനന അനയാ സ്ഫുടമീക്ഷിതോ ഭവാനനവസ്ഥാം ജഗതാം ഭദാതനോത്. ഒന്നുകൂടി ചൊല്ലാം. വികസത് ഭുവനേ മുഖോധരേ നനുഭൂയോപി തഥാ വിധാനന അനയാ സ്ഫുടമീക്ഷിതോ ഭവാനനവസ്ഥാം ജഗതാം ഭദാതനോത്. 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, അപ്പോൾ അങ്ങനെ യശോദാമ്മ ഉണ്ണിക്കണ്ണൻ്റെ വായിൽ ഈ 14 ലോകങ്ങളും കണ്ടിങ്ങനെ ആകെ അമ്പരന്ന് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ അതിൽ വീണ്ടും എന്താണ് വായ്ക്കുള്ളിൽ കാണുന്നതെന്ന് വെച്ചാൽ, ഈ ഇത്രയും 14 ലോകങ്ങളും ഒക്കെ കണ്ടു. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഉണ്ണിക്കണ്ണൻ, ആ ഉണ്ണിക്കണ്ണൻ്റെ വായിൽ 14 ലോകങ്ങൾ, ആ ലോകങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന യശോദാമ്മ, ഇതും കൂടി യശോദാമ്മയ്ക്ക് കണ്ണൻ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഇത്രയും ലോകങ്ങൾ കണ്ടു, ഭഗവാനെ ഇങ്ങനെ പല രൂപത്തിൽ കണ്ടു, അനന്തശൈല പാലാഴിയിൽ അനന്തൻ്റെ മേലെ ശയിക്കുന്ന പള്ളി കൊള്ളുന്ന രൂപത്തിൽ കണ്ടു, വൈകുണ്ഠം കണ്ടു, വൈകുണ്ഠത്തിൽ വസിക്കുന്നവനായി കണ്ടു, തൻ്റെ മകനായി തൻ്റെ മുന്നിൽ നിൽക്കുന്നതായി കണ്ടു. ഇപ്പോൾ ഇതാ ആ മുന്നിൽ നിന്നുകൊണ്ട് വായ തുറന്ന് ആ വായ്ക്കുള്ളിൽ 14 ലോകങ്ങളും കണ്ട് അമ്പരന്ന് നിൽക്കുന്ന യശോദാമ്മയും കൂടി കണ്ടു. അങ്ങനെ എത്ര എത്ര ലോകങ്ങൾ, എത്ര എത്ര ഗോകുലങ്ങൾ കണ്ണൻ സൃഷ്ടിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പറയുന്നത്, ഈ ഭൂമി കാണിച്ചു, ഭൂമിക്കകത്ത് ഗോലോകം കാണിച്ചു, ആ ഗോലോകത്തിനകത്ത് ഉണ്ണിക്കണ്ണനെ കാണിച്ചു, ഉണ്ണിക്കണ്ണൻ വായ പിളർന്ന് അതിൽ ഈ 14 ലോകങ്ങളും കാണിച്ചു. ആ ലോകങ്ങളൊക്കെ കണ്ട് അമ്പരന്ന് നിൽക്കുന്ന യശോദാമ്മയെയും യശോദാമ്മ കണ്ണൻ്റെ വായ്ക്കുള്ളിൽ കാണാണ്. അപ്പോൾ ഇത് ആശ്ചര്യം തന്നെ. അങ്ങനെ എത്ര എത്ര ലോകങ്ങൾ തന്നെ ഭഗവാനെ അങ്ങ് സൃഷ്ടിച്ചില്ല എന്നുള്ളതാണ് 9ാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത്. അപ്പോൾ 9ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. യശോദാമ്മ കണ്ണൻ്റെ വായിൽ ഈ 14 ലോകങ്ങളും കാണുകയാണ്. അതിൻ്റെ ഒപ്പം അതിലെ ഭൂമിയും, ആ ഭൂമിക്കുള്ളിലെ ഗോലോകവും, ആ ഗോലോകത്തിനകത്ത് കണ്ണനും, ആ കണ്ണൻ വായ പിളർന്നു നിന്ന് ആ വായിൽ 14 ലോകങ്ങളും കണ്ട് അമ്പരന്ന് നിൽക്കുന്ന യശോദാമ്മയും ഒക്കെ യശോദാമ്മ കണ്ണൻ്റെ വായ്ക്കകത്ത് കണ്ടു എന്നുള്ളതാണ് 9ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം ചൊല്ലാം. ധൃതതത്വധിയം തദാക്ഷണം ജനനീം താം പ്രണയേന മോഹയൻ സ്തനമംഭദിശേത്യുപാസജൻ ഭവനദ്ഭുത ബാലപാഹി മാം. ഒന്നുകൂടി ചൊല്ലാം. ധൃതതത്വധിയം തദാക്ഷണം ജനനീം താം പ്രണയേന മോഹയൻ സ്തനമംഭദിശേത്യുപാസജൻ ഭവനദ്ഭുത ബാലപാഹി മാം. 10ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്, അങ്ങനെ യശോദാമ്മ ഈ 14 ലോകങ്ങളും ഭഗവാന്റെ വായിൽ കണ്ടിട്ട് അല്പനേരം ചിന്തയിൽ മുഴുകി
തത്വബോധമുണ്ടായവളായി, തത്വജ്ഞാനം ലഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ തത്വജ്ഞാനിയായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മ മകൻ എന്നുള്ളൊരു ഭേദം അവിടെ ഉണ്ടാവില്ല, അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. സാക്ഷാൽ പരമാനന്ദ സ്വരൂപനാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, ആ പരമാത്മാവാണ് തൻ്റെ മുമ്പിലുള്ളത് എന്നുള്ള തിരിച്ചറിവൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ തൻ്റെ മകനാണതെന്നുള്ള ഭേദം, ആ വ്യത്യാസം യശോദാമ്മയ്ക്ക് മനസ്സിലാവില്ല. അപ്പം അതുണ്ടായിക്കൂടല്ലോ. യശോദാമ്മ അമ്മയായിട്ടും കൃഷ്ണൻ പുത്രനായിട്ടും തന്നെ തുടരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആ ചിന്തയിൽ നിന്നും യശോദാമ്മയെ മാറ്റിയിട്ട് യശോദാമ്മയോട് പോയിട്ട് ഒരു ചെറിയ കുട്ടി അമ്മയുടെ അടുത്ത് എങ്ങനെയാണോ ചത്തിച്ചേർന്ന് നിൽക്കുക അതുപോലെ യശോദാമ്മയുടെ അടുത്ത് പോയി നിന്നിട്ട് കണ്ണൻ പറഞ്ഞു, അമ്മയെ അമ്മിഞ്ഞ് തരൂ അമ്മ എനിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കണ്ടിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു യശോദാമ്മ. ആ വായിൻ്റെ ഉള്ളിൽ ഈ ലോകങ്ങൾ മൊത്തം കണ്ട് തത്വബോധമുള്ളവളായി എന്ന് പറയുന്നുണ്ട് ഭട്ടതിരിപ്പാട്, തത്വജ്ഞാനിയായി ഒരു നിമിഷ നേരത്തേക്ക്. പക്ഷെ അതിൽ നിന്നൊക്കെ ഇങ്ങനെ യശോദാമ്മയുടെ ശ്രദ്ധ തെറ്റിച്ചുകൊണ്ട് കണ്ണൻ പോയിട്ട് അമ്മയെ അമ്മിഞ്ഞു തരൂ എന്ന് പറഞ്ഞ് അമ്മയോട് പറ്റിച്ചേർന്നൊരു സാധാരണ ബാലനായി പോയി നിന്നു. അങ്ങനെയുള്ളൊരു അത്ഭുത ബാലനായിട്ട് ഭഗവാൻ മാറി എന്ന് ഭട്ടതിരിപ്പാട് പറയാണ്. അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് എന്നെ രക്ഷിച്ചാലും എന്നെ എൻ്റെ രോഗപീഠകളിൽ നിന്നൊക്കെ മുക്തനാക്കിയാലും എന്ന് പറഞ്ഞുകൊണ്ട് ഭട്ടതിരിപ്പാട് 10ാമത്തെ ശ്ലോകവും അങ്ങനെ 46ാമത്തെ ദശകവും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ 10ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. യശോദാമ്മ ഇങ്ങനെ വായിൽ എല്ലാ ലോകങ്ങളും കണ്ട് ആ പരമാനന്ദ സ്വരൂപമാണ് തൻ്റെ പുത്രൻ എന്ന് ഒരു ക്ഷണ നേരത്തേക്ക് തിരിച്ചറിയുകയാണ്, തത്വജ്ഞാനമുള്ളവളായി മാറുകയാണ്. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അമ്മ മകൻ എന്നുള്ള ആ പുത്രനും അമ്മയും എന്നുള്ള ആ ഒരു ബന്ധം തന്നെ, അങ്ങനെ ഒരു ബന്ധം തന്നെ അവിടെ ഇല്ലാതെയാവും. അപ്പോൾ അത് പാടില്ല. യശോദാമ്മ അമ്മയായി തന്നെ തുടരണം, കണ്ണൻ മകനായി തന്നെ തുടരണം. അപ്പോൾ അതുകൊണ്ട് ആ ശ്രദ്ധ പെട്ടെന്ന് തന്നെ ഭഗവാൻ തെറ്റിച്ചിട്ടൊരു സാധാരണ ബാലനായി യശോദാമ്മയുടെ അമ്മയെ പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു കൊച്ചു കുഞ്ഞായി മാറി ആ അത്ഭുത ബാലനായി നിന്ന് യശോദാമ്മയോട് അമ്മയെ അമ്മിഞ്ഞു തരൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊഞ്ചി എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ ഭട്ടതിരിപ്പാട് പറയാണ്, അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് എന്നെ എൻ്റെ എല്ലാ പീഡകളിൽ നിന്നും മുക്തനാക്കി തരണമേ എന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ 46ാമത്തെ ദശകം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ചൊല്ലിയ 5 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം. അപിമൃല്ലവദർശനോത്സുഖാം ജനനീം താം ബഹുതർപ്പയന്നിവ പൃഥിവീം നിഖിലാം ന കേവലം ഭുവനാന്യപ്യഖിലാന്യധീദൃശ കുഹചിദ്വനമംബുധി ക്വചിത് ക്വചിദഭ്രം കുഹചിദ്രസാതലം മനുജാദനുജാ ക്വചിത് സുര ദദൃശേ കിം ന തദാദ്വദാനനേ കലശാംബുദിശായിനം പുന പരവൈകുണ്ഠപദാദിവാസിനം സ്വപുരുശ്ച നിജാർഭകാത്മകം കഥിതാ ത്വാം ന ദദർശ സാമുഖേ വികസദ്ഭുവനേ മുഖോദരേ നനു ഭൂയോപി തദാ വിദാനന അനയാ സ്ഫുടമീക്ഷിതോ ഭവാനനവസ്താം ജഗദാംബദാതനോത് ധൃതതത്വദിയം തദാക്ഷണം ജനനീം താം പ്രണയേന മോഹയൻ സ്തനമംബദിശേത്യുപാസജൻ ഭഗവന്നദ്ഭുത ബാലപാഹി മാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ നമ്മൾ 46 ദശകങ്ങൾ ഇവിടെ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട്. 46ാമത്തെ ദശകത്തിൻ്റെ പാരായണം മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും തുടർന്നും ഇതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണണം. ഈ വീഡിയോസൊക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകളിൽ അറിയിക്കുകയും വേണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, മംഗളശ്ലോകങ്ങൾ ഞാൻ അന്ന് ചൊല്ലിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഗണപതിയുടെ, പിന്നെ സരസ്വതിയുടെ, അങ്ങനെ കുറേ ശ്ലോകങ്ങൾ ചൊല്ലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിന് പോകുന്ന സമയത്ത് ഇതൊക്കെ ചൊല്ലിയിട്ടാണ് ഞാൻ വീണ്ടും ചൊല്ലുക എന്നുള്ളത്. അത് ഏതോ ഒരു ദശകത്തിൻ്റെ വീഡിയോ ഞാൻ ഇടുന്ന സമയത്ത് അതിൻ്റെ കൂടെയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇടയിൽ ഒരു കമൻറ്റ് ഞാൻ അങ്ങനെ കണ്ടു, ആ ശ്ലോകങ്ങളുള്ള വീഡിയോ ഏതാണെന്നൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത് ഏതിലാണ് ഇട്ടതെന്നുള്ളത് ഞാൻ മറന്നുപോയി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങനെ മംഗളശ്ലോകങ്ങൾ ആവശ്യമാണെന്നാണെങ്കിൽ ഞാൻ ആ ശ്ലോകങ്ങൾ മാത്രം ചൊല്ലിയിട്ട് ഒരു വീഡിയോ എടുക്കാം.
ആ ശ്ലോകങ്ങൾ മാത്രമുള്ളത്. അപ്പോൾ മംഗള ശ്ലോകങ്ങൾ എന്നുള്ള ക്യാപ്ഷനോട് കൂടിയിട്ട് ഞാനത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടുമല്ലോ. അപ്പോൾ അത് ചൊല്ലിയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ വായിക്കുന്ന സമയത്ത് അത് ചൊല്ലിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചൊല്ലുകയും ചെയ്യാം. അപ്പോൾ ഞാനത് ചെയ്യാം. അധികം വൈകാതെ ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് 47ാമത്തെ ദശകമായിട്ട് വരാം. അതുവരെ ഹരി ഓം.